So hi guys, ഇന്ന് നമ്മൾ വീണ്ടും അതെ ഇന്ന് വേറൊരാളാ ഹായ് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചെറിയ യാത്രയിലാണ്. വി ആർ ഗോയിങ് ടു ലണ്ടൻ. ഒബ്വിയസ്ലി നാട്ടിൽ എറണാകുളം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, ഇവിടെ ഇപ്പം നമ്മൾ ലണ്ടൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് ഓഫാ. സോ ചുമ്മാ അന്ന് പോയിട്ടും വരാമെന്ന് കരുതി. അങ്ങനെയല്ല, കുറച്ച് പ്ലാൻസ് ഉണ്ട്. നടക്കുകയാണെങ്കിൽ പറയാം. ഇവിടെ അല്ല ഇങ്ങോട്ട് എത്ര പ്രാവശ്യം നീ ഇപ്പൊ ലണ്ടൻ പോകുന്ന മേഘ? കണക്ക് പോലും അറിയില്ല. ഞാൻ പോകും. കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെയാ ചേച്ചി പോയിരിക്കുന്ന ലണ്ടൻ എന്ന് പറഞ്ഞേ? ഞാൻ മറ്റേ ഇവിടുന്ന് വന്നിട്ടില്ല, വാറ്റ്ഫോർഡ്. അത് നിവർത്തിയില്ല കേട്ടോ. അല്ലാതെ എന്റെ പൊന്നിയേച്ച് ഞാനില്ലാണ്ട് ലണ്ടൻ പോവോ? നീ അവിടേക്ക് വരും, ഞാൻ പക്ഷെ വേറെ ഒറ്റയ്ക്ക് വരില്ല. അല്ലാതെ ലണ്ടൻ ഇവിടെ ഒറ്റയ്ക്ക് പോയതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മേഘ രവീന്ദ്രൻ ഒന്നുകൂടെ ജയിക്കണം. അല്ല, ഞാൻ തീർന്നു. പിന്നെ സീൻ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പുചാട്ടനും ചേച്ചിയും വന്നിട്ട് വേണം നമുക്ക് ഈ അപ്പുചാട്ടൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ അപ്പുചാട്ടനും ചേച്ചിയും വന്നു കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോകും. റൈറ്റ്. സാധാരണ നമ്മൾ 4 പേരുടെ സീറ്റിലായിരിക്കും, പക്ഷെ ഇപ്പോൾ നമ്മൾ 2 പേരുടെ സീറ്റിലിരുന്നുള്ളൂ. ബിക്കോസ് ദിസ് ഫീൽസ് കോസി. ഇപ്പം നമ്മൾ 4 പേരുടെ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ സൺലൈറ്റ് പഠിക്കും. ആൻഡ് വി ആർ നോട്ട് ദാറ്റ് ഗുഡ് ഇനഫ് ടു ഫേസ് എ സൺലൈറ്റ് ഇപ്പോൾ. ബിക്കോസ് 2 പേരും ഇന്നലെ സയ്യാര കാണാൻ പോയിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. സോ ഞാൻ നാഷണൽ റെയിൽവേ കാണിച്ചു തന്നില്ല. ഇറ്റ്സ് ആക്ച്വലി തേംസ്ലിംഗ് സർവീസ്. ഓക്കെ, ഒരു കൗണ്ടിയിൽ നിന്ന് അപ്പുറത്തെ കൗണ്ടിയിലോട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ റെയിൽവേ ആണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് അടിപൊളി ട്രെയിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നാട്ടിൽ വെച്ചിട്ട് ട്രെയിൻ യാത്ര വളരെ 1-2 പ്രാവശ്യം, പക്ഷേ ഇവിടെ വന്നിട്ട് ഫുൾ ടൈം ട്രെയിനില്ല. ഐ ലവ് ഇവിടുത്തെ ട്രെയിൻ. പക്ഷേ മേഘ രവീന്ദ്രൻ ലവ് നാട്ടിലെ ട്രെയിൻ. ബിക്കോസ് ഞാൻ അധികം പോയിട്ടില്ല നാട്ടിലെ ട്രെയിനിൽ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. ഇവിടെ കാറ്റില്ല, ഇവിടെ ഫുള്ളി ക്ലോസ്ഡാണ്. ഉണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തുറന്ന് സംസാരിക്കാം. നാട്ടിലെനിക്ക് ഇവളെ ഹാർപ്പിക്കൊക്കെ വാങ്ങിച്ച് ഓക്കെ ഫൈൻ. ശരി എന്നാ, എന്താ സ്വച്ഛ് ഭാരത്. നമ്മൾ ഫാരിങ്ടണിൽ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഹാമർസ്മിത്ത് എടുക്കാൻ പോവാ. നമ്മൾ ലണ്ടൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോവാ അല്ലേ മേഘ? ഒരറ്റത്തുനിന്ന് അപ്പുറത്തറ്റത്തേക്ക്. സുയാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ അമ്മേനെ പോലത്തെ ഒരു ഫ്രണ്ട്. തൃശ്ശൂർ ഇതിലും വൃത്തിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ I got a friend like my mom. This is it. അതുകൊണ്ട് എനിക്ക് ബോറടിക്കില്ല. ഇത് മുഴുവൻ ഞാൻ ഇതേപടി അങ്ങിടും. നീ മറ്റേ ഊള ഈസ്റ്റ് ഹാമിലാന്നുള്ളത്. ഈസ്റ്റ് ഹാം is a part of London. Don't you know that? ഇവിടെ നമുക്ക് ഫുൾ നാട് കാണാൻ പറ്റും. നാട് ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ എന്തിട്ട് വിചാരിക്കും? ഇതൊന്നും ഇതല്ല ഞാൻ പറയട്ടെ. ആൾക്കാർ വിചാരിക്കും ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട സ്ഥലത്താണ് ലണ്ടൻ. ഏതൊരു നാടിനും ഏതൊരു കോയിനും 2 സൈഡ് ഉണ്ട് മേഘ രവീന്ദ്ര. വേറൊരു സൈഡാണ് അത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഫുൾ നമ്മുടെ നാട് കണ്ടോ. മാത്രം ഇട്ടാൽ മതിയേ, ഇതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ. നോ, എവറിത്തിങ് വിൽ ബി ദേർ. നോക്ക് കണ്ടോ, ദിസ് ഇസ് നാട്. ഞാനിവിടെ ഫോൺ നല്ല ബലമായിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്, പിടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫോണും കൊണ്ട് പോകും ആരെങ്കിലും ഒക്കെ. കണ്ടല്ലോ, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് 2 സൈഡ് ഓഫ് എ സിറ്റി, 1 സൈഡ്. തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഗായ്സ്, നമ്മൾ ഫ്രം ഈസ്റ്റ് ഹാം ടു സ്ട്രാറ്റ്ഫോർഡ് ബസ് കയറി എത്തിയിരിക്കുകയാണ്. മേഘ രവീന്ദ്രൻ ഈസ് ബിസി.
I am not. So this is Stratford. Kariko. Do you want Kariko? വേണ്ട 4.9. Okay. ഇത് സ്ട്രാറ്റ്ഫോർഡ് പഴയ മാളാന്ന് തോന്നുന്നു. And this is Westfield Mall. നമ്മുടെ ഷാറൂഖിന്റെ സിനിമ, മറ്റു സിനിമ വരുന്നത് മറന്നുപോയി. ഷാറൂഖ് ഖാന്റെ ചന്നാക്കിയിലെ ബാക്കി എനിക്ക് ഓർമ്മയില്ല. അധികം നേരം പുള്ളിയുടെ നേരെ പോയി എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഏതോ ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ വന്നപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്തപ്പോൾ അയാൾ എന്നെ ഓടിച്ചിട്ട്. സോ ധൈര്യം ഇല്ല, എൻ്റെ കയ്യിൽ അയാൾക്ക് കൊടുക്കാനുള്ള ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. ഞാനോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് വന്നു കഴിയുമ്പം M&Sലുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് ഇത് M&S ക്ലോത്തിങ് അല്ലേ മേഘ? ഇവിടെ അല്ലല്ലോ, ഇത് ക്ലോത്തിങ് അല്ലേ? നമ്മളുടെ ഫേവറേറ്റ് സ്നാക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഡ്രിങ്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ഫോർ അവർ ഫേവറേറ്റ് സ്നാക്ക്. വി ആർ അറ്റ് കഫേ നെറോ. അതെന്തുകൊണ്ടാണെന്നറിയോ? കഫേ നെറോയിൽ ഞങ്ങൾക്ക് കോഡുണ്ട്, കോഡ്. ജസ്റ്റ് ഷോയിങ് ദ മെനു. ഇതൊന്നും ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നില്ല. ആൻഡ് മാംഗോ ജ്യൂസോ? എന്താ ഓർഡർ ചെയ്തേ? മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ബൂസ്റ്റർ. മേഘ രവീന്ദ്രന്റെ പ്രത്യേകത, മേഘ രവീന്ദ്രൻ കനോട്ട് ടോളറേറ്റ് ഡയറി. എല്ലാ വീഡിയോസിലും നീ എന്തിനാ പറയുന്നത്? ഞാനിപ്പോ പാല് കുടിച്ചിട്ട് കാലങ്ങളെ. ഓക്കെ. ബിക്കോസ് മേഘ രവീന്ദ്രന്റെ ഡയറി ഇൻടോളറൻസ് കാരണം പണ്ടിത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഐസ്ക്രീം ഒക്കെ ഞാനിപ്പോ നിന്റെ this one is frappe with oat milk and this is her booster. ഇതേട്ടാ ഞാൻ പശുപാൽ കുടിച്ചിട്ട് കുറേ നാളായി. ഞാനിപ്പോൾ ഓട്ട് മിൽക്ക് ഒക്കെ കുടിക്കുന്നത് ഓൺലി ബിക്കോസ് മേഘ രവീന്ദ്രൻ ഈസ് ഹാവിങ്. മധുരം വളരെ കുറവാണ്. സോ ഞങ്ങളുടെ സ്നാക്ക് മധുരമുള്ളത് ആയതുകൊണ്ട് അവനെ കണ്ടിട്ട് വന്നിട്ട് കാരണം മാളിലോട്ട് എന്തായാലും പോട്ടെ. മേഘ രവീന്ദ്രന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇപ്പൊ വരും. നമ്മൾ മേഘ രവീന്ദ്രന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണാൻ പോവാ. ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഈ ടോപ്പ് ഇവളെ ഇട്ടിരുന്നത്, ഇപ്രാവശ്യം അവനെ കാണുമ്പോ അവൻ ഇങ്ങനെ ഈ ഒരു ഡ്രസ്സേ ഉള്ളോ കർത്താവ് നിങ്ങൾക്ക്? അതെ അതെ അതെ. മേഘ രവീന്ദ്രന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഒന്ന് തിന്നുകൊണ്ട് വേറെ നിൽക്കുന്നു. ദിസ് ഈസ് മൈസൂർ ദോശ. ഇതാ മൈസൂർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണത്. പീസാക്കിയത് അവർക്ക് സ്ഥലമില്ല. സൺലൈറ്റ് ഇവിടെയാ. അയ്യോ ഇപ്പൊ ഭയങ്കര നീ കല്യാണത്തിന് പോകണല്ലോ. വേറെ ആടെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടി ഞാൻ തിരിച്ച് നാളെ വരണ്ടേ. ഇതിന് മാത്രം മസിൽ പിടിക്കാനായിട്ട് ഉള്ളൊരു വ്യക്തിയൊന്നും അല്ല ഇത്.
ഇത് ചുമ്മാ മസിൽ ഇല്ലാത്തൊരു വ്യക്തിയാ. ചുമ്മാ മസിലും പിടിച്ച് പിന്നെ ഗുണ്ട. ആ ഉണ്ടല്ല ഗുണ്ട ഗുണ്ടല്ല ഉണ്ട ഉണ്ട. നീ ഗുണ്ടയാ? ഗുണ്ട 9ാം ക്ലാസ്സിലെ ഗുണ്ട? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് ഇവർ അത്ര ഗുണ്ടയായിട്ടൊന്നും തോന്നല്ല. എനിക്ക് പോലും ഉണ്ടയായിട്ടോ അല്ല കേട്ടോ. പാവ മേഘ രവീന്ദ്രന്റെ പാവം. പക്ഷെ മേഘ രവീന്ദ്രൻ കണ്ണാപ്പിയാണെന്ന് ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മേഘ രവീന്ദ്രൻ ലോക തോൽവി. അഭിനവ് എന്നെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? ഐ ആം ദ ലൈക് ബെസ്റ്റ് എവർ എന്നാ അഭിനവ് പറഞ്ഞ. കണ്ണാപ്പിയൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കൊച്ചെന്നാ അവൻ പറഞ്ഞ. അവനൊക്കെ അങ്ങനെയാവും. Guys, we are going to try some Gucci. Megha Ravindra, which is your favorite? Okay. Yes. How is it? I think കുഴപ്പമില്ല. നല്ലതാ. കുറെ അടിച്ചിട്ടുണ്ട്. So this is powdery red. So guys, ഇപ്പോഴാണ് നമുക്ക് സ്നാക്ക് വാങ്ങിക്കാനുള്ള സമയം കിട്ടിയത്. ബിക്കോസ് വി വർ വിത്ത് സമറിൻ്റെ കൂടെയായിരുന്നു. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ വി ആർ വിത്ത് സമർ. സോ വി ഗോയിങ് ഫോർ അവർ ഫേവറേറ്റ് സ്നാക്ക്. I'll show the flowers. Okay. ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് എല്ലാം മോരി തുണി അടക്കാം. ബട്ട് വി ഗോട്ട് വൺ മാനിയ. വീണ്ടും വീണ്ടും മാനിയ. വീഡിയോ എടുത്ത് നടന്നതുകൊണ്ട് ഐ മിസ് മേഘ ആൻഡ് സമർ. നമുക്ക് അവരെ പോയി കണ്ടുപിടിക്കാം. അവർ സൂപ്പർ മാർക്കറ്റിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറിക്കാം. ദിസ് ഇസ് വൺ ഓഫ് അവർ സൂപ്പർ മാർക്കറ്റ് വിച്ച് ഇസ് വെയ്റ്റ്രോസ്. ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ലിഡിലാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ആൻഡ് അവരെവിടെ എവിടെ എവിടെ അവർ? ഫോൺ വിളിച്ച് നോക്കണമെന്ന് തോന്നണോ? ശരിക്കും മിസ്സായോ? ശരിക്കും മിസ്സായി. ഗൈസ്, ലെറ്റ്സ് ഗോ ടു സെഫോറ. ഇവിടെ വന്നതിൻ്റെ എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്കൊന്ന് സെഫോറയിൽ പോകണം എന്നുള്ളതായിരുന്നു. ഐ ലവ് സെഫോറ. എന്താന്ന് പറഞ്ഞൂടാ. അതായത് വെസ്റ്റ് ഫീൽഡ് മോളിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും സെഫോറ പോകാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. സോ ഇന്ന് നമ്മൾ സെഫോറയിലേക്ക് പോകാം. ബിക്കോസ് വി ഡോണ്ട് ഹാവ് സെഫോറ ഇൻ ലൂട്ടൺ. ഹായ്. ഇവൾക്കൊന്നും അറിയൊന്നുമില്ല. അവള് വെറും വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ പണ്ട് മുതലേ ഇറ്റ് വാസ് മൈ ലൈക്ക് വൺ ഓഫ് ആർ ഡ്രീം അല്ലേ, ഗോയിങ് ടു സെഫോറ ആൻഡ് ഓൾ. ഇത് ലൈക്ക് നമ്മള് ഞങ്ങളെ കണ്ട നാട്ടിൻപുറത്തുകാരാന്ന് തോന്നില്ല. ബട്ട് ഞങ്ങൾ കുറച്ച് നാട്ടിൻപുറത്തെ കുട്ടിയാണ്. ഞങ്ങൾ നാട്ടിൻപുറത്തെ കുട്ടികളാണ്. ആൻഡ് ഞങ്ങൾക്ക് സെഫോറ എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് അവർ ഡ്രീം. സോ ഇറ്റ്സ് ലൈക്ക് എ അച്ചീവ്മെന്റ്. ഐ മീൻ യാ അല്ലേ. കുറച്ച് ഞാൻ കാടല്ല, ഞാൻ ഈ പാടം പുഴയിന്ന് വരുന്നതല്ലേ? പുഴയല്ല, ഞാൻ കായല്. ഞങ്ങള് കുറച്ച് ഇങ്ങനെ പാടം, കായല്, കടല് അങ്ങനത്തെ ഉള്ള ആൾക്കാരും. ഇവള് കൊറേ കാട്ട്. ഞങ്ങളുടെ അവിടെ കാടില്ല. സോ ദിസ് ഈസ് ലൈക്ക് our dream bro. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. സംതിങ് ഐ ഹാവ് ട്രൈഡ് വിത്ത് പിക്സി. I look glowy. Something from Sephora. So ആരും കാണണ്ട, അത്രയ്ക്ക് വലിയ സം. സോ ഗൈസ്, നമ്മള് എങ്ങോട്ട് പോവാ?
നമ്മൾ ബിഗ് ബെന്നിലേക്ക് പോവാണ്. ആൻഡ് ഫ്രം സ്ട്രാറ്റ്ഫോർഡ് ടു ബിഗ് ബെൻ നമ്മൾ ജൂബിലി ലൈൻ എടുത്താണ് പോകുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ഞാൻ വെറുതെ പറയും, നമ്മൾ പറയണ്ടോ നിങ്ങളൊക്കെ? അലീന തങ്കച്ചിന്റെ വ്ളോഗ് കുറച്ച് ടൈം ആവും. എപ്പോഴത് റിലീസ് ചെയ്യണം? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാനാണ്. സോ ഇത്ര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? പക്ഷെ എനിക്കുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര മോട്ടിവേഷൻ, ഹെവി മോട്ടിവേഷൻ. ഗൈഡ് രവീന്ദ്രൻ. So we are at Westminster. Westminster അല്ലേ? Yeah. ഞാനിപ്പൊ കാണാം. ഇതെന്താ ചെന്ന് തലയിടിക്കുമല്ലോ. ഇല്ല, ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്നിട്ടില്ല. നീ ഇവള് വന്നിട്ടില്ല. അല്ലേലും നമ്മളെ ഒന്നും ആരും കൂട്ടില്ലല്ലോ. സോ നമ്മളെ ബിഗ് ബെൻ കാണാൻ വേണ്ടി പോവാണ്. ബിഗ് ബെൻ. ഞാൻ ഇവിടെ വന്നിട്ട് ബിഗ് ബെൻ ദൂരെ നിന്നാ കണ്ട, ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. എങ്ങോട്ടാ? മാസം എടുത്തു ഗൈസ് ഇതൊന്ന് കാണാനായിട്ട്. അപ്പൊ യുനോ ഇപ്പഴാണ് നമ്മള് ലണ്ടൻ വന്നത് ബ്രോ. ആ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് പോവായിരുന്നു. Just two girls who was wandering around London, achieving their dreams. അല്ലേ? അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അവരവിടെ ട്രാൻസിറ്റ്, അപ്പോൾ അവർ തരും എത്ര ദിവസമാണ് വേണ്ടത് നമുക്ക് പോകാൻ വഴി. ഒന്നുമില്ല, പക്ഷേ ആകാശത്ത് മേഘം കാണും, നല്ല ഭംഗിയുണ്ടാവും. അതെ, ആകാശത്ത് മേഘവും താഴെ മേഘയും. അതാണല്ലേ ഉദ്ദേശിച്ചത്. രസമുണ്ട്. ഈ ഫ്രെയിമൊക്കെ അടിപൊളി കേട്ടോ. വീഡിയോയാ. Finally we are back again guys. നമ്മൾ ആഫ്റ്റർ ബിഗ് ബെൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് മേഘ രവീന്ദ്രൻ ആൻഡ് സമ്മർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കി മേഘ രവീന്ദ്രനെ പറ്റി അങ്ങനെ എനിക്ക് A to Z പണ്ട് മുതൽ മനസ്സിലാക്കാനുള്ള കുറേ ഒരു സാഹചര്യമുണ്ടായി. സോ വി ആർ ബാക്ക് ആൻഡ് ടയേർഡായി. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. അപ്പോൾ ഗുഡ് നൈറ്റ്. മെഗാ സൈൻ ഓഫ് ചെയ്തേ. ബൈ ഗൈസ്. So bye.